ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ചാനലിന് ഏറെ ദോഷമെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ എനിക്കൊരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചപ്പോൾ അവർക്ക് ഇത്തരത്തിൽ അവരുടെ ചാനലിൽ കുറച്ച് പ്രശ്നങ്ങളെല്ലാം വന്നിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് തോന്നി. അതായത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ ചാനലിന് ഇത് നെഗറ്റീവായിട്ടെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾ കറക്റ്റായ ആൻസർ എല്ലാം കൊടുത്ത് അല്ലെങ്കിൽ കറക്റ്റായ ഓപ്ഷൻ എല്ലാം കൊടുത്ത് തന്നെയാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. എന്നാൽ പല ചാനലുകളും പലപ്പോഴുമായി നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരാത്തത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായി ടിക്ക് ചെയ്യാതെ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓപ്ഷൻസ് എല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ ചാനലിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇത് കറക്റ്റായി നമുക്ക് റെക്ടിഫൈ ചെയ്ത് ഇത് കറക്റ്റാക്കാനെല്ലാം സാധിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷം കണ്ടന്റ് എന്നതിൽ പോകുമ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് എന്നതിന് താഴെയായി നൺ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചാനലാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചില ആളുകൾക്ക് അവരുടെ ചാനലിൽ ഇതുപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടന്റ് എന്ന് വരുന്നു, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവർക്ക് ഇത് മെയ്ഡ് ഫോർ കിഡ്സ് എന്നെല്ലാം വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ 100-200 വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടാകും. ഇതിൽ ചില വീഡിയോസിൽ നമ്മൾ ഇൻകറക്റ്റായ എല്ലാമാണ് ഈ ഓപ്ഷൻ എല്ലാം സെലക്ട് ആയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റെസ്ട്രിക്ഷൻസ് എന്നതിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്നെല്ലാമാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ റെസ്ട്രിക്ഷൻ താഴെയായി മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കാണിക്കും. ഇനി നിങ്ങൾ ഏജ് റെസ്ട്രിക്റ്റഡ് എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ ഏജ് റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇത് നമ്മൾ അറിയാതെ ചെയ്ത ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴുണ്ടായ മിസ്റ്റേക്ക് കൊണ്ടെല്ലാം ആയിരിക്കും ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എല്ലാം സെലക്റ്റായി ആ വീഡിയോ ഇരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന രീതിയിലെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അതായത് നമ്മുടെ റവന്യൂവിലെല്ലാം നമുക്ക് വളരെ കുറവെല്ലാം വരാം. അതുപോലെ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയിലേക്ക് കമൻറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ലഭിക്കില്ല. അതിനാൽ തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് എല്ലാം നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ അറിയാതെ ഏജ് റെസ്ട്രിക്റ്റഡ് എന്നെല്ലാം ഏതെങ്കിലും വീഡിയോയ്ക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം 18 വയസ്സിൽ കുറവായ ആളുകൾക്ക് ആ വീഡിയോ കാണാനുള്ള അതിനുള്ള പെർമിഷൻ ലഭിക്കില്ല. അതുപോലെ അത്തരത്തിലുള്ള വീഡിയോസ് ഇത് നിങ്ങളുടെ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്ത് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലെല്ലാം ഉദാഹരണമായി നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അത് അവരുടെ വാട്സപ്പിലുള്ള ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുകയാണെങ്കിലും അത്തരത്തിൽ ആ വാട്സപ്പിൽ നിന്ന് തന്നെ അത് ഓപ്പൺ ആവുകയൊന്നുമില്ല. കാരണം നമ്മൾ ഇത് യൂട്യൂബിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം 18 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമാണ് ആ ഒരു വീഡിയോ എല്ലാം കാണാൻ സാധിക്കുക. അതിനാൽ തന്നെ അത് ഡയറക്റ്റായി അവിടെ നിന്നും പ്ലേ ആകാത്തത് കൊണ്ട് തന്നെ ഇത് യൂട്യൂബിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് അവിടെ നമ്മുടെ ID പാസ്വേഡ് എല്ലാം ലോഗിൻ ചെയ്താൽ മാത്രമാണ് ആ വീഡിയോ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അറിയാതെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ മിസ്റ്റേക്ക് കൊണ്ടെല്ലാം നമ്മുടെ വ്യൂസ് അതുപോലെ നമ്മുടെ റവന്യൂ മറ്റു ഇഷ്യൂസ് എല്ലാം നമുക്ക് ചാനലിൽ വരാം. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ചാനലിൽ പോയതിന് ശേഷം ഇവിടെ കണ്ടന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റെസ്ട്രിക്ഷൻസ് എന്നതിന് താഴെയായി ഇത്തരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എല്ലാം നിങ്ങളുടെ ചാനലിൽ അറിയാതെ സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഇത്തരത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടന്റ് എന്ന് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെയ്ഡ് ഫോർ കിഡ്സ് എന്നെല്ലാം കാണുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എഡിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ എല്ലാം സെലക്ട് ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൻ്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം ഒഴിവാക്കാനും നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് എല്ലാം നിങ്ങൾക്ക് കൂടി പറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്